ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. എന്താണ് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ്? അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. അതേസമയം പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കാൻ. ഇതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. അപ്പം നമുക്ക് വെർബിനെ എങ്ങനെ സിംഗിളർ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ നോട്ടം. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? പ്ലൂറലല്ലേ ആക്കേണ്ടത്? അതിനൊരു കാര്യമുണ്ട്, ഇത് പറയാം. ഒരു ഉദാഹരണം പറയാം. ദേ വാക്ക്, അവർ നടക്കുന്നു. ഹി ആണെങ്കിലോ ഹി വാക്സ് എന്നായിരിക്കും പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ വാക്കിൻ്റെ കൂടെ ഒരു എസ് കൂടെ ചേർന്നു, അപ്പോഴത്തേക്ക് വാക്സ് എന്നായി. അത് സിംഗിളറായി മാറി. അതാണ് ഇംഗ്ലീഷിൻ്റെ പ്രയോഗം. അതേസമയം മലയാളത്തിലാണെങ്കിലോ അവർ നടക്കുന്നു, അവൻ നടക്കുന്നു, രണ്ടും നടക്കുന്നു എന്ന് തന്നെയാണ്. അതിലൊരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് അധികം റൂളൊന്നും നോക്കാതെ ഇംഗ്ലീഷ് അങ്ങ് ഉപയോഗിച്ച് ശീലിക്കുക. ഈ വാക്കെന്ന് പറഞ്ഞാലും ദേ വാക്കെന്ന് പറഞ്ഞാലും കാര്യം മനസ്സിലാവും. പക്ഷേ ഈ വാക്കെന്ന് പറയുന്നത് ടെക്നിക്കലി തെറ്റാണ്, അതായത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. ഇവിടെ കുറച്ച് പ്ലൂറൽ സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്. ഐ, യു, വി, ദേ. ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റാണ്. അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കാൻ. നമ്മൾ സാധാരണ കേൾക്കുന്ന എല്ലാ വെർബുകളും പ്ലൂറലാണ്. നോക്കാം. റൈറ്റ്, കം, ഗീവ്, വാക്ക്, ഇതെല്ലാം പ്ലൂറൽ വെർബുകളാണ്. അതിനെ സിംഗിൾ ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എസ് ചേർത്താൽ മാത്രം മതി. റൈറ്റിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ റൈറ്റ്സ് എന്നാവും. കമ്മിൻ്റെ കൂടെ എസ് ചേർത്ത് കഴിഞ്ഞാൽ കംസ് എന്നാവും. അതായത് ഹി, ഷീ, ഇറ്റ് ഇങ്ങനെയുള്ള സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഇതേപോലത്തെ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. ഇനി ഗീവ്, എസ് ചേർത്തു, ഗീവ്സ് ആയി. ദേ ഗീവ്, ഷീ ഗീവ്സ്. വാക്ക്, അതിൻ്റെ കൂടെ എസ് ചേർത്തു, വാക്സായി. അപ്പം ചില വെർബുകളുടെ കൂടെ എസ് ചേർത്ത് കഴിഞ്ഞാൽ അത് സിംഗുലർ വെർബായിട്ട് മാറും. എന്നാൽ മറ്റ് ചില വെർബുകളുടെ കൂടെ ഇ എസ് ചേർക്കണം അതിനെ സിംഗിൾ ആക്കണമെങ്കിൽ. ഉദാഹരണം പറയാം. ദേ ഗോ, ഹി ഗോസ് ടു സ്കൂൾ. അത് നമ്മൾ പണ്ട് പഠിച്ച അല്ലേ. അപ്പോൾ ഗോയുടെ കൂടെ ഇ എസ് ചേർത്തപ്പോൾ ഗോസ് എന്നായി. ഇത് പ്ലൂറൽ, ഇത് സിംഗിൾ. ഇനി ഡു ആണെങ്കിലോ എൻ്റെ കൂടെ ഇ എസ് ചേർക്കുമ്പോഴത്തേക്ക് ഡസ് എന്നായി മാറും. ഗെസ്, ഗെസ്സസ്. അതായത് ചില വെർബിൻ്റെ കൂടെ ഇ എസ് ചേർക്കുക, അപ്പോഴത്തേക്കും അത് സിംഗിളറായിട്ട് മാറും. ഇനി വേറെ ഒരു കാറ്റഗറി. അപ്ലൈ, ക്യാരി, ഫ്ലൈ ഇങ്ങനെയുള്ള വെർബുകളുടെ കൂടെ വൈ മാറ്റിയിട്ട് ഐ ഇ എസ് എന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് സിംഗിളറായിട്ട് മാറും. അപ്ലൈ, അപ്ലൈസ്. ക്യാരി, ക്യാരീസ്. ഫ്ലൈ, ഫ്ലൈസ്. ക്രൈ, ക്രൈസ്. ഹറി, ഹറീസ്. ഡ്രൈ, ഡ്രൈസ്. അപ്പോൾ ഈ 3 കാറ്റഗറി മനസ്സിലായല്ലോ. ഇത് പറയുന്ന കാരണം എന്തെന്നാൽ ഇങ്ങനെ ഒരു കുറേ വെർബുകൾ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളത് അന്വേഷിച്ച് പോയി കണ്ടെത്തി പഠിക്കാൻ പറ്റൂ. പ്രയോഗങ്ങൾ കാണുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. Until meet again with another interesting video.